അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് മാമൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇത് അപ്പൂപ്പൻ്റെ വീടാണ്, പണ്ടത്തെ വീടാണ്. ഞങ്ങൾക്ക് കുറേ നൊസ്റ്റാൾജിക് സാധനമുള്ള വീടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പുതിയ വീട് വന്നിട്ട് പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ആൻറ്റിയാണ് ഗൈസ്. ഞാനും ആൻറ്റിയും കൂടിയിട്ടൊരു ബീഫ് ഫ്രൈൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ആൻറ്റി ഉണ്ടാക്കിയത്. പക്ഷേ എത്ര നോക്കിയിട്ട് ആ വീഡിയോ മാത്രം കാണാനില്ല. എന്താണാവോ എന്തോ. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ഈ പുതിയ വീട് പണിതേ പിന്നെ കയറിയിട്ടില്ലല്ലോ. അപ്പം എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ കയറിയപ്പോഴാണ് ഞങ്ങൾ മൂന്നെണ്ണം കൂടിയിട്ട് പണ്ട് നടത്തിയ കുരുത്തക്കേട് നടത്തിയിരുന്ന സ്ഥലങ്ങളും ഒച്ചപ്പാടും തല്ലെടുത്തൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയായിപ്പോയി. ഈ കാണുന്നത് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നത് തന്നെയാണ് ഗൈസ്. ആ റെഡ് സാധനം ഇട്ടിട്ട് അടിച്ചാടി നടക്കണവർക്കുണ്ടല്ലോ, ഈ ഓണവും വിഷുവും അവളുടെ പിറന്നാളും ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ക്രിസ്മസ് കഴിഞ്ഞത് ഭാഗ്യം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഉച്ചയ്ക്ക് ഓണവും രാത്രി വിഷുവും വൈകിട്ട് അവളുടെ പിറന്നാളും നടത്തി അവൾക്ക് സന്തോഷപൂർവ്വമാക്കി. പ്രത്യേകിച്ചൊന്നുമല്ല ആഗ്രഹം തോന്നാൻ കാര്യം. ഇന്നോ നാളെയായിട്ട് അവൾ